ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ ഒന്ന് പുട്ടായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് കൊള്ളിക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും കൊള്ളിക്കിഴങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതേ. കൊള്ളി ഒന്ന് കാച്ചിയെടുക്കാട്ടോ. നമുക്ക് കുറച്ച് പച്ചമുളകും വേപ്പിലയും കടുകൊക്കെ ഇട്ടിട്ട്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉള്ളിയും അതൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മതി കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കിതിൽ നമ്മുടെ കൊള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൊള്ളിക്കറി റെഡി ആയിട്ടാണ്. അപ്പം നമ്മുടെ കൊള്ളിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കൊള്ളിയും കൂടെ നമ്മൾ വേവിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊള്ളിക്കറി റെഡിയായി. അപ്പോൾ നമുക്ക് പുട്ടും കൂട്ടിയിട്ട് കഴിക്കാം. കൊള്ളിക്കറി എപ്പോഴും പുട്ടിനും അതുപോലെ തന്നെ ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ആദ്യം ഇഷ്ടമായിരുന്നില്ല, പിന്നെ ഇപ്പോൾ കഴിച്ച് തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചക്കേൽക്ക് വേണ്ടിയിട്ട് എന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് നടക്കാമായിരുന്നു. വീട്ടിലെ പച്ചക്കറിയൊക്കെ ഒരു ഏകദേശമൊക്കെ കഴിഞ്ഞു തുടങ്ങി. നമ്മുടെ മഴയൊക്കെ പെയ്തോടുകൂടി ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പയറൊക്കെ അത്യാവശ്യം ഉണ്ടാവൽ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ പയറിൻ്റെ കൂമ്പ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ അങ്ങനെ വെക്കലില്ല. മത്തങ്ങയുടെ അതിൻ്റെയൊക്കെ നമ്മൾ വെക്കലുണ്ട്, പക്ഷേ നമ്മൾ പയറിൻ്റെ വെക്കലുണ്ടായില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ പൊട്ടിക്കുന്നതിൻ്റെ ഇടയിലാണ് കുറേ പയറുകളൊക്കെ അവിടെ വലുതായി കിടക്കുന്നുണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മഴ പെയ്ത് പയർ ചെടിയൊക്കെ ആകെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പഴയതുപോലെ കുറേയൊന്നും കിട്ടണില്ല. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ 2 ദിവസം കൂടുമ്പോൾ നമുക്ക് ഒരു ഉപ്പേരിക്കുള്ളത് കിട്ടുമായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പയറുതേ കൂമ്പ് നുള്ളിയെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പോലെ കനം കുറച്ച് അരിയണം കേട്ടോ. ഇത് എന്നുവെച്ചാൽ എത്രയും കനം കുറച്ച് അരിയുന്ന അത്രയും ടേസ്റ്റാണ്. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല നല്ല അലിഞ്ഞ് ചേരുന്ന പോലെ ആയാലേ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു കട്ടിയായിട്ട് കിടക്കും. അപ്പോൾ നമ്മളിതുപോലെ നല്ല കുഞ്ഞാക്കി കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നും കൂടെ ചെറുതാക്കി അരിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് അരിഞ്ഞ് വെക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ മുരിങ്ങയിലൊക്കെ കാച്ചുന്ന പോലെ ആട്ടോ ഇതിന് കാച്ചേണ്ടത്. അപ്പോൾ അരിഞ്ഞ് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ വെക്കലുണ്ടായില്ല ഇത്. അപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് അരിഞ്ഞെടുത്തോളൂ കേട്ടോ ഒന്ന്. അപ്പോൾ അതേ നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കാച്ചിയെടുക്കാം കേട്ടോ ഇത്. അപ്പോൾ ഇതേ നമ്മുടെ പയറിൻ്റെ ഇല വെച്ചിട്ടുള്ള തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നാളികേരമൊക്കെ ഇട്ട് ഇതേ മൂപ്പിച്ചെടുത്തു. നമ്മൾ ചോറിൻ്റെ ഒപ്പം കഴിച്ചിട്ടോ. വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ലെന്ന്. പയറിൻ്റെ ഇല വെച്ച് തന്നെ. മുരിങ്ങയിലൊക്കെ ഇഷ്ടമാവുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, കാരണം അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് അതിന്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഏതായാലും പുറത്തേക്കൊക്കെ പോയി വന്നപ്പോൾ ബിസ്ക്കറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ മേടിച്ചു. അതുപോലെ തന്നെ കുബൂസും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകിട്ട് ചിക്കൻ നമ്മുടെ റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫ്രൈ പോലെ ആക്കിയെടുത്തു തന്നു. അപ്പോൾ വീട്ടിൽ കൊള്ളിക്കിഴങ്ങ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏതായാലും വേവിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കനും കൂട്ടി കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ചിക്കനും അതുപോലെ തന്നെ കൊള്ളിയൊക്കെ റെഡിയാക്കി കഴിച്ചു. പിന്നെ ഒരു മുട്ടയൊക്കെ എടുത്ത് പുഴുങ്ങിയിട്ടോ. അതിന് മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ട്. ഞങ്ങൾ ആദ്യം കഴിക്കലുണ്ടായില്ല, പക്ഷേ ഇപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെ ആക്കി കഴിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.